ചൈനയിലെ ഫുജിയൻ പ്രവിശ്യയിൽപ്പെട്ട ഫ്യൂഷോ അതിരൂപതയ്ക്ക് സഹായമെത്രാനെ നിയമിച്ച് ലയോ 14 പാപ്പ. ഫ്യൂഷോ അതിരൂപതാംഗമായ 73-കാരനായ ബിഷപ്പ് ജോസഫ് ലിൻ യുൻത്വാനെയാണ് സൈനോ വത്തിക്കാൻ കരാർ പ്രകാരം ബിഷപ്പായി നിയമിച്ചിരിക്കുന്നത്. ആർച്ച് ബിഷപ്പ് ജോസഫ് കൈ ബിങ്റൂയോയാണ് 1946 സ്ഥാപിതമായ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ്. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പെരോളിന്റെ നയതന്ത്ര ഇടപെടലിൽ 2018 ഒപ്പുവെച്ച് 2019 സെപ്റ്റംബറിൽ നിലവിൽ വന്ന കരാർ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പുതുക്കിയിരുന്നു. കരാർ പ്രകാരം മെത്രാന്മാരുടെ നിയമനത്തിൽ പ്രാദേശിക തലത്തിൽ ഉയർന്നുവരുന്ന പേരുകൾ പരിഗണിച്ച് ചൈനീസ് സർക്കാർ 3 പേരുകൾ നിർദ്ദേശിക്കുകയും അതിൽ നിന്ന് ഒരാളെ ബിഷപ്പായി വത്തിക്കാൻ നിയമിക്കുകയും ചെയ്യും. വത്തിക്കാന് അന്തിമ വീറ്റോ അധികാരം ഉണ്ടായിരിക്കും. അന്തിമമായി ബിഷപ്പിനെ പ്രഖ്യാപിക്കാനുള്ള അധികാരം വത്തിക്കാനാണ് എന്നത് ബെയ്ജിംഗ് അംഗീകരിക്കുന്നു എന്നത് വലിയ നേട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. കരാർ പ്രകാരം ചൈനീസ് അധികാരികൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും പിന്നീട് വത്തിക്കാൻ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ലയോ 14 പാപ്പ നടത്തിയ ചൈനയിലെ ആദ്യ ബിഷപ്പ് നിയമനത്തിന് മുൻകൈയെടുത്തത് സഭ തന്നെയാണെന്ന് ദ പില്ലർ റിപ്പോർട്ട് ചെയ്യുന്നു. ഭരണകൂട അധികാരമുള്ള ചൈനീസ് പേട്രിയോട്ടിക് അസോസിയേഷന്റെ കീഴിലല്ലാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന അണ്ടർഗ്രൗണ്ട് ചർച്ച് അംഗമാണ് ബിഷപ്പ് ജോസഫ് ലിൻ യുൻത്വാൻ എന്നതും ശ്രദ്ധേയം. 2017 ഡിസംബർ 28 അണ്ടർഗ്രൗണ്ട് ചർച്ചിൽ ബിഷപ്പായി അഭിഷിക്തനായ അദ്ദേഹത്തിന്റെ ബിഷപ്പ് സ്ഥാനത്തിന് ലയോ 14 പാപ്പ പേപ്പൽ പദവിയിലേറിയതോടെ ചൈനീസ് ഭരണകൂടം നൽകിയിരിക്കുന്ന അംഗീകാരം കാലങ്ങളായി നിലനിൽക്കുന്ന സങ്കീർണമായ വത്തിക്കാൻ ചൈന ഇടപാടുകളിൽ പ്രതീക്ഷയുടെ കിരണമായി മാറിയിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.